അങ്ങ് പറഞ്ഞിരുന്നില്ലേ അങ്ങ് ഉചിതമായ ദിശയിലൂടെ തന്നെ നമ്മുടെ രഥത്തെ നയിക്കുന്നതാണെന്ന്? അങ്ങ് നമ്മുടെ ആത്മാവിന്റെ സാരഥിയായി മാറിയാലും നമ്മുടെ ജീവിതത്തെ ഉചിതമായ മാർഗത്തിലേക്ക് നയിച്ചാലും മാധവ, അങ്ങയുടെ ജ്ഞാനം ലഭിച്ചാൽ നമുക്ക് ഈ ദൗർബല്യങ്ങളെ അതിജീവിക്കാനാവും മാധവ. എഴുന്നേൽക്കു പാർത്ഥ. നാം പറയുന്നത് ശ്രവിച്ചാലും ജീവിതത്തിന്റെ രഹസ്യം മനസ്സിലാക്കൂ. പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നീ അറിയേണ്ടിയിരിക്കുന്നു പാർത്ഥ. ഗംഗയുടെ പ്രവാഹത്തിൽ നിന്ന് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ജലമെടുക്കുവാൻ പ്രയത്നിച്ചാൽ യാതൊന്നും പ്രാപ്തമാവുകയില്ല. എന്നാൽ നമ്മുടെ കൈത്തലം ഒരു കുമ്പിളാക്കി മാറ്റിക്കൊണ്ട് ഗംഗാപ്രവാഹത്തിൽ താഴ്ത്തുകയാണെങ്കിൽ ആ ഗംഗാജലം മുഖം വരെ എത്തിക്കുവാൻ സാധിക്കും. സ്വയം ചിന്തിക്കൂ പാർത്ഥ. അഹങ്കാരത്തിന്റെ ചുരുട്ടിയ മുഷ്ടികളാണോ അതോ സമർപ്പണത്തിന്റെ കൈക്കുമ്പിളാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ ജ്ഞാനം ഗ്രഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചമെന്നാൽ എന്താണ് പാർത്ഥ? മാനവർ, ദാനവർ, പക്ഷിജാലങ്ങൾ, ജന്തുക്കൾ, കീടങ്ങൾ, മത്സ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇവയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഏതെല്ലാം പദാർത്ഥങ്ങളിൽ നിന്നുമാണ് ഇവ ജന്മമെടുക്കുന്നത്? ഇവ ജനിക്കുന്നത് എങ്ങനെയാണ്? ഇവ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇവയെല്ലാം മൃത്യു വരിക്കുന്നത് എങ്ങനെയാണ്? മൃത്യുവിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്റെ ദേഹം മണ്ണുകൊണ്ട് നിർമ്മിതമാണ് വാസുദേവ. ജലം അതിൽ രക്തരൂപത്തിൽ പ്രവാഹം നടത്തുന്നു. അഗ്നിയാൽ ദേഹത്തിന് താപമാനം ലഭിക്കുന്നു. അതുപോലെ ദേഹത്ത് ഹൃദയസ്ഥാനത്ത് ആകാശം പ്രകടമാകുന്നു. അതായത് ഭൂമി, വായു, ജലം, അഗ്നി, ഒടുവിൽ ആകാശം. ഈ പഞ്ചമഹാഭൂതങ്ങളാലാണ് ശരീരം നിർമ്മിതമായിരിക്കുന്നത്. അതിനർത്ഥം മഹാമയനും ഗുരുദ്രോണരും പൃഥ്വി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെക്കാളൊന്നും ഉപരിയായവരല്ല. ധർമ്മജ്ഞാനികളും പഞ്ചമഹാഭൂതങ്ങളുടെ സൃഷ്ടിയാണ്. അധർമ്മജ്ഞാനികളും ഇപ്രകാരം തന്നെ. എങ്കിൽ പിന്നെ നീ ആരെയാണ് മോഹിക്കുന്നത് പാർത്ഥ? മണ്ണിനെയാണ്. എന്നാൽ വാസുദേവ, മണ്ണുകൊണ്ട് നിർമ്മിതമായ ഈ ദേഹത്താൽ തന്നെയാണല്ലോ മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. എല്ലാ ബന്ധങ്ങളും ഈ മണ്ണുകൊണ്ടുള്ള ശരീരം കൊണ്ട് തന്നെയല്ലേ? അങ്ങനെയല്ല പാർത്ഥ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ മൃത്യുവിന് ശേഷം നാം ദേഹത്തെ നശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പാർത്ഥ? വാസ്തവത്തിൽ മനുഷ്യരെ തിരിച്ചറിയുന്നത് അവരുടെ ദേഹത്തിലൂടെയല്ല. അതുപോലെ ബന്ധങ്ങളുടെ ആധാരവും അവരുടെ ദേഹത്തിലൂടെയല്ല നിശ്ചയിക്കുന്നത്. മനുഷ്യരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ കർമ്മങ്ങളുമാണ് അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഈ സ്വഭാവവും പെരുമാറ്റവും പ്രവൃത്തികളും എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്ന് നീ ആദ്യം മനസ്സിലാക്കണം പാർത്ഥ. മനുഷ്യന്റെ ജീവൻ കേവലം 20 ദൃശ്യവും അദൃശ്യവുമായ പദാർത്ഥങ്ങളുടെ സംഗമമാണ് പാർത്ഥ. എന്നാൽ പലപ്പോഴും ഓരോ മനുഷ്യന്റെയും സ്വഭാവവും പ്രവൃത്തികളും വ്യത്യസ്തമാണെന്നും പ്രതീതമാകുന്നുണ്ട്. അതിനുള്ള കാരണം സൃഷ്ടിയിലെ 3 ഗുണങ്ങളാണ്: തമോ ഗുണം, രജോ ഗുണം, മൂന്നാമതായി സത്വഗുണം.